ഞാനിപ്പോൾ പണ്ടാരംതുരുത്തിനും പൊന്മന ഗ്രാമത്തിനും ഇടയിലാണ്. എനിക്ക് പിറകിലും എൻ്റെ വശങ്ങളിലുമായി ഇവിടെ നിന്ന് കവർന്നെടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മണൽക്കൂനകൾ എടുത്തുകൊണ്ട് പോകുന്ന ലോറികൾ. ഒപ്പം പല ഭാഗങ്ങളിലും ഇവിടെ ഖനനം പുരോഗമിക്കുകയാണ്. ഹിറ്റാച്ചികളാണ് ഈ മണലെല്ലാം എടുത്ത് ലോറികളിലേക്ക് കയറ്റുന്നത്. അശാസ്ത്രീയമായ ഖനനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഖനനം നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായി കണ്ടൽക്കാടുകളുടെ അവശിഷ്ടങ്ങൾ കാണാം. ഒരു കാലത്ത് ഈ പ്രദേശത്ത് നിറയെ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടെ ഖനനം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. ഓരോ മിനിറ്റിലും ലോഡുകൾ കയറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് ലോറികൾ പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ തൊട്ട് വലതുഭാഗത്തായിട്ടാണ് കടലുള്ളത്, അറബിക്കടലുള്ളത്. ഈ അറബിക്കടലിനും ഒപ്പം എനിക്ക് പിറകിലായി കാണുന്ന ഈ TS കായലിനും ഇടയിലുള്ള കരയെന്ന് പറയുന്നത് നേർത്ത് വരികയാണ്. ഈ കരയെ മുഴുവൻ കടലെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മുഴുവൻ കുഴിച്ചെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ മണൽ മുഴുവൻ ഇവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ട് പോവുകയാണ്. മറ്റൊരു സ്ഥലത്തെത്തിച്ച് അതിൽ നിന്ന് ധാതുവിൻ്റെ അംശങ്ങൾ വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ മണൽ കുഴിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് മണൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. ഈ മണൽക്കൂനകൾ ഇവിടെ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിനുശേഷം കണ്ടൽക്കാടുകളെ അടക്കം നാമാവശേഷമാക്കുന്ന തരത്തിലേക്ക് ഈ ഖനനം മാറിയിട്ടുണ്ട്. അങ്ങനെ കരയൊന്നാകെ കടലെടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അവർ ഇതിനോട് അനുകൂലമായ സമീപനം സ്വീകരിച്ചില്ല. എല്ലാ തവണയും മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ വന്ന് നോക്കിയാൽ മാത്രമേ എത്ര ഭീതിജനകമാണ് ഇവിടുത്തെ അവസ്ഥ എന്നത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴും ഇവിടെ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വാഹനത്തിലേക്ക് മണൽ കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അവിടെ നിന്ന് മണലെടുത്തുകൊണ്ട് പോയി മറ്റൊരു സ്ഥലത്തെത്തിച്ച് അത് വേർതിരിക്കുന്നു. ഓരോ മിനിറ്റിലും ലോറികൾ ഇവിടെ നിന്ന് ലോഡുകൾ കയറ്റി പോവുകയാണ്. ഈ പ്രദേശം ഒന്നാകെ ഒരു ധാതു മണൽ ഖനന മേഖലയായി മാറിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടൽക്കാടുകളുടെ അടക്കം ദൃശ്യങ്ങൾ കാണാം. ഈ കണ്ടൽക്കാടുകളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടെ മണൽ ഖനനം പുരോഗമിക്കുന്നത്. എനിക്ക് പിറകിലായി TS കായൽ കാണാം. കൊല്ലം കോട്ടപ്പുറം ദേശീയപാതയുടെ ഭാഗമായ TS കായലാണ് അവിടെ കാണുന്നത്. ഈ TS കായലിനും ഈ അറബിക്കടലിനും ഇടയിൽ വളരെ നേർത്തു വരികയാണ് കരയിപ്പോൾ. അതായത് വളരെ ശക്തിയോടെ കടലൊന്ന് അടിച്ചു കയറുകയാണെങ്കിൽ ഇവിടെ കടലും കായലും ഒന്നാകുന്ന അവസ്ഥ, ഈ ഭൂപ്രദേശം ഒന്നാകെ കടലെടുക്കുന്ന അവസ്ഥ, ഇത്ര ഭീതിജനകമായ അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലതവണ പരാതിപ്പെട്ടു, ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എന്നിട്ടും കൃത്യമായ നടപടികളിലേക്ക് അവർ എത്തുന്നില്ല എന്നുള്ളതിന് ന്യായമായി പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന ഖനനമാണ് ഇതെന്നുള്ളതാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനവും ചേർന്ന് നടത്തുന്ന ഖനനമാണ് എന്നതുകൊണ്ട് തന്നെ ഭരണകൂടം ഈ സമരത്തോട് മുഖം തിരിച്ച് നിൽക്കുകയാണ്. മന്ത്രിയുടെ പ്രതികരണവും ഇവിടുത്തെ MLA പ്രതികരണവും അടക്കം ഈ സമരത്തിന് അനുകൂലമല്ല. ജനകീയ സമരത്തെ തള്ളിക്കളയുന്ന തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെത്തി ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മാത്രമേ എത്ര ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ കടന്നു പോകുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ള മുദ്രാവാക്യം ഇവിടെ നിന്ന് ഉയരുമ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതിന് അനുകൂലമായ സമീപനമാണ് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ തന്നെ ഈ പ്രദേശം ഒന്നാകെ കടലെടുക്കുന്ന അവസ്ഥയുണ്ടാകും. ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. എത്രയും പെട്ടെന്ന് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരേണ്ടതാണ്. അടിയന്തര പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ഉന്മേഷ് ശിവരാമൻ, 24, ആലപ്പാട്. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.